അപ്പോൾ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും, കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും, ഹൃദയാരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് സഹായിക്കും, ത്വക്കിന് നല്ലതാണ്, മുടിക്കും മീശരോമങ്ങൾക്കും നല്ലതാണ്, കറക്കുന്നതിന് നല്ലതാണ്, നര നിയന്ത്രിക്കാൻ വരെ സഹായിക്കുന്ന പറയുന്നത്. പിന്നെ കഫസംബന്ധമായ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസം മുട്ട്, കഫക്കെട്ട്, ചുമ ഇവയെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. പിന്നെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു, അജീർണത്തെ ഇല്ലാതാക്കുന്നു, കൃമി ഒക്കെ ഇല്ലാതാക്കുന്നു, അഗ്നിദീപ്തി ഉണ്ടാക്കി നല്ല ദഹനശക്തി ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടത്ര വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെ ആഗിരണം ചെയ്യുന്നതിനും ആ മെറ്റബോളിക് ആക്ടിവിറ്റി പ്രോപ്പറായിട്ട് നടക്കുന്നതിനും സഹായിക്കും. അപ്പോൾ അതിന് കരിഞ്ജീരകവും സഹായിക്കുന്നുണ്ട്. നമ്മുടെ ജീരകാരിഷ്ടത്തിലൊക്കെ ഇത് ചേർക്കുന്നുണ്ടേ. അതുപോലെ പ്രസവരക്ഷയില്ലേ, പ്രസവശേഷം ഗർഭിണികൾക്ക് പ്രസവം കഴിഞ്ഞിട്ട് ലേഡീസിന് പ്രസവരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് പഞ്ചജീരക കൂടം. നിങ്ങൾക്കറിയില്ലേ? അതിലൊക്കെ ഉണ്ട് കരിഞ്ജീരകം. മനസ്സിലായോ? അപ്പോൾ കരിഞ്ജീരകത്തിന് അങ്ങനെയും ഗുണങ്ങളുണ്ട്. മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കും. ഈ മുലപ്പാൽ ഇല്ലാതാവുന്നത് ഈ സ്രോതസ്സുകളൊക്കെ അടഞ്ഞു പോവുക, അമിതമായ കഫം വർദ്ധിച്ചിട്ട് സ്രോതസ്സുകൾ അടഞ്ഞു പോകുന്നതുകൊണ്ടാണ് ആ സ്തന്യം, മുലപ്പാൽ ഇല്ലാതെ വരുന്നത്. അപ്പോൾ അഗ്നിദീപ്തി ഉണ്ടാവുകയും ഈ സ്രോതസ്സുകൾ തുറക്കുകയും ചെയ്യുമ്പോൾ